സോ ഹേ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ഞണ്ട് ഞങ്ങൾ ഇന്ന് വറുത്ത് തിന്നാൻ പോണ്. അതെ, ഞണ്ട് എന്ത് നിങ്ങളാരും ഞണ്ടെന്ന് കേട്ടിട്ടില്ലേ? അല്ലേ, ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് മാത്രം കണ്ടുവരുന്ന നല്ല നാടൻ ഞണ്ടാണ് കേട്ടോ. അപ്പോൾ തോട്ടിൽ നിന്ന് നല്ല നാടൻ ഞണ്ട് വലുതിന് മാത്രം നോക്കി തെരഞ്ഞെടുത്ത് പിടിച്ച് അതിനെ വെട്ടി പീസാക്കി നല്ലോണം വൃത്തിക്ക് കഴുകി കുട്ടപ്പനാക്കി ഒരു ചട്ടിക്കകത്ത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എല്ലാം ഇട്ട് കുറച്ച് നേരം എടുത്ത് വെച്ച് വറുത്താലുണ്ടല്ലോ, ആഹാ കിടുമായിരിക്കും. അപ്പോൾ ഉപ്പും മുളക് പൊടിയും എല്ലാം ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കർ എൻ്റെ ചേട്ടനാണ് കേട്ടോ. പ്രോ കുക്കറാണ്. കുക്കർ എൻ്റെ ചേട്ടനാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പ്രോ കുക്കറാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം കേട്ടോ. ഇതെന്താ കാണിക്കുന്നേ? ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? അങ്ങനെ ഗ്യാസ് സ്റ്റവ് കത്തിച്ച് അതിന്റെ മുകളിലൊരു പാനും കൂടി വെച്ച് ഇനി അത് ചൂടാവട്ടെ. 12 seconds later. അങ്ങനെ പാൻ ചൂടായതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ കുറച്ചധികം ആവശ്യത്തിന് നോക്കി കണ്ടൊക്കെ എണ്ണ വയ്ക്കാം. എന്നിട്ട് അതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഞണ്ടിനടുത്ത് അങ്ങ് ഇട്ടാലുണ്ടല്ലോ, സൗണ്ട് കേട്ടോ നിങ്ങളത്? ആ എണ്ണയിൽ അങ്ങോട്ട് ഇടുമ്പോൾ വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, ആഹാ, അതൊന്ന് ആസ്വദിക്കേണ്ട സൗണ്ട് തന്നെ കേട്ടോക്കി. എന്തായാലും സൗണ്ട് അടിപൊളിയല്ലേ? ഫ്രൈ ആവുന്ന സൗണ്ട് കണ്ടോ? വിഷയം. നിങ്ങൾക്ക് ഇതുപോലെ തോട്ടിലെ ഞണ്ടൊക്കെ നല്ല നാടൻ ഞണ്ട് തിന്നാനൊരു അവസരം കിട്ടേണ്ടല്ലോ, തിന്നു നോക്കണം. പക്ഷെ അതിനകത്ത് തിന്നാനായിട്ട് അധികം ഇറച്ചിയോ മീറ്റായിട്ടൊന്നും അധികം കിട്ടില്ലെങ്കിലും ബട്ട് ഉള്ള മീറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊരു വിഷയം ടേസ്റ്റ് തന്നെ. 2-3 പ്രാവശ്യമൊക്കെ ഞാൻ തിന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ തിന്നാൻ തോന്നിയാലോ ഏത്? അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും. ഓക്കെ, 20 minutes later. നല്ലോണം ഫ്രൈ ആയതിനു ശേഷം ഇതിനടുത്ത് അപ്പുറത്തോട്ടൊരു മറക്കൽ ഇപ്പുറത്തോട്ടൊരു മറക്കൽ എന്നിട്ട് കുറച്ച് കറിവേപ്പിലെടുത്ത് കറപറന്നിടുക.